ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ടുള്ളൊരു ചക്കയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, കുറച്ച് ശർക്കരപ്പൊടി, കുറച്ച് ഏലക്കാപ്പൊടി, ചക്ക അരിഞ്ഞ് വെച്ചത്, ഉപ്പ്, ഇത്രയുമാണ് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഗോതമ്പ് പൊടിയും തേങ്ങ ഇട്ടു. ഇത് ശർക്കര നമുക്കിങ്ങനെ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിനകത്ത് അഴുക്കും പൊടിയൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചു കൊടുത്താലും മതി. ഇത് ഏലക്കാപ്പൊടി, ചക്ക, ഒരു നുള്ളു ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. കുറച്ച് കാഷ്യൂ, കുറച്ച് കിസ്മിസ് കൂടെ നെയ്യിൽ വറുത്തെടുക്കണം. ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും കിസ്മിസും കൂടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ വാഴയിലയിൽ വെച്ച് മടക്കിയെടുക്കാം. അപ്പം നമ്മൾ എല്ലാം ഒന്ന് ഇലയ്ക്കകത്ത് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മധുരത്തിൻ്റെ അളവും തേങ്ങ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ നെയ്യ് വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ആവിയിൽ വെച്ച് പുഴുങ്ങിക്കൊണ്ട് വരാവേ. ഇത് സാധാരണ ഇലയപ്പം ഉണ്ടാക്കുന്ന വലിപ്പത്തിലല്ല, അതിലും ചെറുതായിട്ടാണ് മടക്കിയിരിക്കുന്നത്. നെയ്യുടെ ഒക്കെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചക്ക കൊണ്ടുള്ള ഡിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ളൊരു ഡിഷാണ് ഇത്. ചക്ക വെച്ചുണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡിഷാണ്. അപ്പം എല്ലാവരും നമ്മുടെ റെസിപ്പി വീഡിയോ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.